ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, അൽഹംദുലില്ലാ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഫുഡാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് കറിക്ക് ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി അത് ക്ലീൻ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ചോറിനുള്ള അരി അടുപ്പത്തിടാം. എനിക്ക് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, പനി പിടിച്ചു ചെറുതായിട്ട്. അപ്പോൾ ചോറ് വേവുമ്പോഴേക്ക് നമുക്ക് ചെമ്മീൻ നന്നാക്കി എടുക്കാം. ചെറിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് നന്നാക്കാൻ നല്ല റിസ്ക് ഉണ്ട്. കുറച്ച് ടൈം എടുത്ത് ഫുള്ളായിട്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത വീട്ടിലത്തെ ഒരു മോളും ഉണ്ടായിരുന്നു കൂടെ, അവളോട് സംസാരിച്ച് പിന്നെ അതങ്ങനെ നന്നാക്കി ഫുള്ളായിട്ട് നന്നാക്കി എടുത്തു. അപ്പോഴേക്കും നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷനരിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മക്കളും ഇന്ന് ക്ലാസ് പോയിട്ടില്ല കേട്ടോ, മക്കൾക്കും പനിയാണ്. പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും പനി പിടിച്ചു. ഇവിടെ എപ്പോഴും നല്ല കോടയാണ്. എന്താണെന്ന് വെച്ചാൽ മഴ ഇല്ലെങ്കിൽ, മഴക്കാലമായ പിന്നെ മഴ ഇല്ലെങ്കിൽ എപ്പോഴും കോടയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 2 ദിവസം എന്താ പറയുക, ചെറുതായിട്ടൊരു ചീച്ചിലുള്ള മഴയല്ലേ, ചാറ്റൽ മഴ എന്നൊക്കെ പറയുന്നത് അതുപോലെയായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോറൊക്കെ വറുത്ത് കുത്തിയിട്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ കറി വെച്ചെടുക്കുന്നത്. കറിയല്ല, ഫ്രൈ ചെയ്യാണ്. പിന്നെ തക്കാളി താളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തക്കാളി ഉണ്ട്, കറണ്ട് ഇല്ല, അതുകൊണ്ട് തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ തക്കാളി താളിക്കുകയും ചെയ്യുക, ചെമ്മീൻ ഫ്രൈ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് ഉള്ളി വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കമൻ്റായിട്ടൊക്കെ നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ എല്ലാത്തിലും ടോന്ന് പറയൽ കുറച്ച് കൂടുതലാന്ന് പറയുന്നുണ്ട്. അത് എന്താ പറയുക, സംസാരിച്ച് വരുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. പതുക്കെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി മൂടി വെക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഇവിടുന്ന് റെഡിയാക്കുന്നതിൻ്റെ കൂടെ അപ്പുറത്ത് ഗ്യാസിൽ പിന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പൊടികളൊക്കെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് അത് എന്താ പറയുക, വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിതുപോലെയാണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്യാറ്. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കിതുപോലെ വെക്കുന്നതാണ് ഇഷ്ടം. പുളി ഒഴിച്ചിട്ടൊക്കെ ചെയ്യും തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെയല്ല, ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കാറുള്ളത്. ഇനി ഇത് കുക്കായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്ത് പിന്നെ ഗ്യാസിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്, ഗ്യാസിൽ വെച്ച പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് വറവിട്ടു. നമ്മൾ ഫുഡൊക്കെ ആയി, എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഫുഡ് കഴിച്ച്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് നല്ലൊരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ എന്നിട്ട് കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. പിന്നെ എണീറ്റപ്പോഴേക്ക് കുറേയൊക്കെ റെഡിയായി. എനിക്ക് പനി പിടിക്കുന്നതിലും ബുദ്ധിമുട്ട്, ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും നാളത്തേക്കൊക്കെ മാറുമായിരിക്കും ഇൻഷാ അല്ലാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം.